ഹമാസ് തടവിലാക്കിയ 33 ഇസ്രായേലി ബന്ദികൾ മോചിതരാകുന്നു. ഹമാസ് ഇസ്രായേലുമായി നടത്തിയ കരാറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മോചനം. എന്നാൽ കരാർ അന്തിമമായിട്ടില്ലെന്നും ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇസ്രായേൽ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ഹമാസ് തടവിലാക്കിയ 33 ബന്ദികളെയായിരിക്കും മോചിപ്പിക്കുക. കരാർ പ്രകാരം അവരിൽ ഭൂരിഭാഗവും ജീവനോടെയുണ്ടെന്നാണ് അറിയുവാൻ കഴിയുന്നത്. കരാറിന്റെ ആദ്യഘട്ടത്തിൽ ബന്ദികളിൽ ഉൾപ്പെടുന്ന കുട്ടികൾ, സ്ത്രീകൾ, വനിതാ സൈനികർ, വൃദ്ധർ, രോഗികൾ എന്നിവരെ മോചിപ്പിക്കുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. 33 പേരിൽ ഭൂരിഭാഗവും ജീവിച്ചിരിപ്പുണ്ടെന്നും ചിലർ മരിച്ചിട്ടുണ്ടാകാമെന്നും ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു. കരാറിന്റെ രണ്ടാം ഘട്ടം പിന്നീട് നടപ്പിലാക്കും. ഇറാൻ നയിക്കുന്ന അച്ചുതണ്ട് ശക്തികളുടെ പതനത്തിന്റെയും സിറിയയിൽ അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയുടെയും ഹിസ്ബുള്ളയുടെ പരാജയത്തിന്റെയും ഫലമായാണ് ചർച്ചകളിൽ പുരോഗതി ഉണ്ടാകുവാൻ കാരണമായത്. ഇതുകൂടാതെ നിയുക്ത US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സമ്മർദ്ദവും ഭീഷണിയും ഹമാസിനെ ചർച്ചയ്ക്ക് കൊണ്ടുവരുവാൻ സഹായിച്ചിരുന്നു. ഒക്ടോബർ 7 ഹമാസ് തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ 94 പേർ ഗാസയിൽ തന്നെയുണ്ടെന്നാണ് കരുതുന്നത്. ഇതിൽ IDF മരിച്ചതായി സ്ഥിരീകരിച്ച 34 പേരുടെ മൃതദേഹങ്ങളും ഉൾപ്പെടുന്നു. ഇതേസമയം ബന്ദികളെ മോചിപ്പിക്കുന്നതിനോട് അനുബന്ധിച്ച് ഹമാസ് പണവും തീവ്രവാദികളെയും ആവശ്യപ്പെടുമെന്നും കരുതി ഇസ്രായേൽ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കരാർ പ്രകാരം ഇങ്ങനെ മോചിപ്പിക്കുന്ന കൊടും തീവ്രവാദികളെ വെസ്റ്റ് ബാങ്കിലോട്ട് തിരികെ പോകുവാൻ അനുവദിക്കില്ല. പകരം ഈജിപ്ത്, തുർക്കി, ഖത്തർ എന്നിവിടങ്ങളിലേക്കാവും പോവുക. നവംബർ അവസാനത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിൽ 8 ബന്ദികളെ ഇസ്രായേൽ സൈന്യം ജീവനോടെ രക്ഷപ്പെടുത്തിയിരുന്നു. 40 ബന്ദികളുടെ മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുണ്ട്. 2014 2015 ഗാസ മുനമ്പിൽ പ്രവേശിച്ച 2 ഇസ്രായേലി സിവിലിയന്മാരെയും 2014 കൊല്ലപ്പെട്ട 2 IDF സൈനികരുടെ മൃതദേഹങ്ങളും ഹമാസ് കൈവശം വെച്ചിട്ടുണ്ട്.